അപ്പൊ ഇന്നൊരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. എങ്ങോട്ടാ നമ്മൾ പോണെന്ന് പറയും? നമ്മൾ മയിലുകളെ കാണാൻ മയിലിന്റെ സങ്കേതത്തെ കൊണ്ടുപോകാന്നൊക്കെ അവര് പറഞ്ഞേക്കുന്നത്. നല്ല ഈത്തപ്പഴം കിട്ടും. മയിലിന്റെ പീലി പറിക്കുമ്പോ ആൾക്കാർ കാണാതെ പറിക്കണം. മയിലിന്റെ പീലി ഒന്നും പറിക്കാൻ പാടില്ല കേട്ടോ. ഇവര് ഫുൾ കള്ളന്മാരാണ്. വാ തുറന്ന നോണേ പറയുള്ളൂ. അങ്ങനെയല്ലേ പറഞ്ഞത്? മയിലിനെ പിടിക്കുമ്പോ അതിന്റെ നഖം കൊള്ളാതെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ സത്യമാണ്. സത്യത്തില് നഖം കൊണ്ട പഴുക്കൂലേ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഞാൻ പോയി നോക്കിയിട്ട് പറയാ മയിലിനെ എടുക്കാൻ പറ്റുമോ പിടിക്കാൻ പറ്റുമോ എന്നൊക്കെ. ഇവര് കള്ളന്മാരായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാ തുറന്ന എല്ലാരും ഈ വീട്ടില് കള്ളം മാത്രമേ പറയൂ. നമുക്ക് നന്ദനോട് ചോദിച്ചു നോക്കാം. സുഭാഷ് ഏട്ടാ, നമ്മള് മയിലിനെ പിടിക്കാനല്ലേ അല്ല കാണാനല്ലേ പോണേ? ആ നന്ദ, നമ്മള് മയിലിനെ കണ്ടിട്ടില്ലേ? മയിൽ മുട്ടയ്ക്ക് അടയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? കൊറേ മയിലും കുട്ടികളെ കണ്ടിട്ടില്ലേ? പാമ്പോ? പാമ്പിനെയും കാണാൻ പറ്റും. നീ അൽക്കുർസു ആണോ പറയണേ? ഈ തള്ളിക്കോ നന്ദ, പക്ഷെ തള്ളി മറക്കല്ലേ നന്ദ പോന്നെ. തള്ളി മറക്കല്ലേ പൊന്നു. വീഡിയോ കണ്ട കാര്യമാണോ പറയണേ? നമ്മളിപ്പോ മയിലിനെ കാണാനല്ലേ പോണേ, അതാ പറയണേ. നമുക്ക് പാമ്പിന്റെ മുട്ടല്ല, മയിലിന്റെ മുട്ട ഉണ്ട്. അത്ര എത്തിയിട്ടേ എന്റെ ഏറ്റവും വലിയ വിഷമം എന്താ അറിയോ? ഇവിടെ മണ്ണില്ല. മണ്ണിന് പകരം ഇവിടെ എന്താ വെള്ള മണ്ണ്. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതാണ് ഇവിടുത്തെ മണ്ണ്. അതല്ലേ പറയണേ, മണ്ണ് കാണിച്ചു തന്നാ പോരെ? മണ്ണ് ഞങ്ങള് കാണിച്ചു തന്നില്ല. അതെ, ഈ മണ്ണ് ഇത് വെള്ള മണ്ണ്, കൺസ്ട്രക്ഷന്റെ മണ്ണാണ്. അതൊക്കെ ശരിക്കുള്ള മണ്ണ് ഞങ്ങള് കാണിച്ചു തരാം. ഇവിടെ കുഴി കുടിച്ചാലും ഒക്കെ ഈ വെള്ള മണ്ണാ. നമ്മുടെ ഒരു കറുപ്പ് ചുവപ്പ് മണ്ണൊക്കെ അല്ലേ, അത് കാണാക്കി അയ്യോ വെറുതെ ഒരു ചെടി നടണമെന്ന് വിചാരിച്ചാലും ഈ മണ്ണില് എന്തേലും വളരുമോ? അല്ലെങ്കിൽ ഓള് നാട്ടില് ചെടി നട്ട് തളിർത്ത് ഈ നട്ട ചെടികളൊക്കെ പോടെ അന്നെ കാണാതെ കരയുന്നുണ്ട്. കൃഷിപ്പണിന്റെതല്ല, നമുക്കൊരു ഹരിതാപി പച്ചപ്പൊക്കെ വേണ്ട. ഹരിതാപിയോ? അത് ഏതാപിയാ? ഇതൊന്ന് ക്ലിയർ ഇല്ലാത്ത ഇതിന് ഞാൻ നിക്കൂലട്ടോ. ഇതിന്റെ മുഖത്തിന്റെ പ്രശ്നം. അങ്ങനെ ഇവര് ഹരിതാപിയും പച്ചപ്പും ഇപ്പൊ പോകുന്ന സ്ഥലത്തുണ്ട്. ഹരിതാപി അല്ലെ ചിക്കു, ഹരിതാമ്പം. ഹരിതാപി ഇത് നമ്മൾ പലവട്ടം പറഞ്ഞ കാര്യമാണ്. ഹരിതാപയും പച്ചപ്പൊക്കെ നമ്മൾ പോണ സ്ഥലത്തുണ്ട് എന്നാണ് ഇവര് പറയുന്നത്. പിന്നെ കള്ളന്മാരാണ് ഗൈസ്, വാ തുറന്ന നോണ മാത്രം പറയുന്ന കള്ളന്മാര്. ഞാൻ ഇവിടുന്ന് പുട്ടും ചെറുപയറും കഴിക്കണം, അത് കഴിക്കല, അത് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടോ. എന്നിട്ട് അന്ന് രാത്രി അതെന്തോ എന്തോ ഉണ്ടാക്കിയില്ല. അത് കഴിഞ്ഞാൽ രാവിലെ നോക്കുമ്പോണ്ട് ചിക്കു ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടിട്ട് പുട്ടുണ്ടാക്കിണ്ട്, ചെറുപയറുണ്ട്. ഞാൻ വിചാരിച്ചു ഇങ്ങനെ കിടക്കണ്ട് അവിടെ എല്ലാം താളിച്ചാ കിടക്കണ്ട്. ഞാൻ വിചാരിച്ചു ഇത് തേങ്ങ അരക്കാനുള്ള വെച്ചു. അത് തേങ്ങ അരച്ച് വെച്ചാന്ന്. എന്റെ അമ്മേ, കുറച്ച് പുട്ടും ചെറുപയറും മട തിന്നിട്ട് ഇങ്ങനെ കുറ്റം പറയാൻ. ഇവിടെ കുതിരപ്പന്തല്ല. ഇവളുടെ പ്രത്യേകത എന്താ അറിയോ? എന്തേ ഉണ്ടാക്കാൻ അറിയോ ചോദിച്ചാലേ ഒന്നും അറിയില്ല. ബംഗാളിയാണ്, ബംഗാളി എല്ലാം അറിയാം. എല്ലാം അറിയും. അതേപോലെ ഞാൻ ചോദിച്ചു രസം ഉണ്ടാക്കാൻ അറിയോ ചോദിച്ചു. പിന്നല്ല എന്ന് പറഞ്ഞിട്ട് കൊറേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇടിക്കണം പൊടിക്കണം നോക്കുമ്പോണ്ട് യൂട്യൂബ് നോക്കി. അപ്പൊ ഞാൻ ചണക്കല്ല ഉണ്ടാക്കാൻ അറിയാറിഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് എന്നോട് പറയാ. പക്ഷെ ഒന്നും അറിയില്ല. അങ്ങോട്ട് എടുക്കുക. എല്ലാം അറിയാം. എനിക്ക് ഐഡിയ ഉണ്ട്, ചെയ്തിട്ടില്ലാന്നേ ഉള്ളൂ. ഓ, അതിനൊരു പറ്റിയൊരു ഫ്രണ്ടും ഉണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു രസം? പറഞ്ഞു കൊടുക്ക. കോട്ടക്കൂരിയോ? പറഞ്ഞു കൊടുക്ക. രസം എങ്ങനെയുണ്ട്? കോക്കുണ്ടാക്കണൊക്കെ അടിപൊളിയല്ലേ? എല്ലാതും നല്ല പോലെ മണ്ണ് കാണും പറഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ഇവിടെ പൂഴി മാത്രമേ കാണുന്നുള്ളൂ. ചിക്കോ ഇവിടെ മണ്ണ് മാത്രല്ല, ഡാൻസ് പറന്നോണ്ട് ഡാൻസ് കളിക്കണ മയില് വരാണ്ട്. അജോ എന്റെ മുടി നല്ല ഭംഗി, നല്ല വണ്ടി പിടിക്കാം. ഒരു കമന്റ് വന്നതാണേ, അതെനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. മുടി കളർ ചെയ്ത് അക്കു ജൻസിയായി, അജു ബംഗാളിയായി. ഞാനത് പിൻ ചെയ്തിട്ടുണ്ടല്ലോ. ഓയ്, അതാ പാന്റിന്റെ വള്ളിയൊക്കെ ഊരിയോ? എന്നാ ചിക്കുവിന്റെ പരാതി തീർന്നില്ലേ? ഹരിതാപം കണ്ടു, മണ്ണ് കണ്ടോ? ഇതിപ്പോ ബാംഗ്ലൂർ എത്തിയോലുണ്ടോ? തെങ്ങൊക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾക്ക് കണ്ടോ? ഇത് കണ്ടപ്പോ എനിക്ക് നാടെത്തിയ ഫീലിംഗ് ഇല്ലേ? മയിലായിക്കോട്ടെ, മയിലിന്റെ മുട്ടൊക്കെ അവിടെ അങ്ങനെ കിടക്കണ്ടോ? മയിൽ മുട്ട പെറുക്കട്ടെ വേണമെങ്കിൽ. അയ്യോ, ഒരു കവർ എടുത്താൽ മതിയായിരുന്നു അല്ലേ? മുട്ട പെറുക്കാനല്ലേ? അയ്യോ, കവർ ഉണ്ടോ? കവർ ഇവിടെ ഓൾറെഡി ഉണ്ട്. അത്ര നോ എൻട്രി ആണ്. അതല്ല, നേരെ പോ. കണ്ടോ ഞങ്ങളുടെ പാടൊക്കെ കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടോ? മണ്ണ് കണ്ടില്ലേ? ഹരിതാപം കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടോ? എത്രയോ കാലത്തിന് ശേഷം പച്ചപ്പ് കിട്ടണ.
കണ്ടോ ചിക്കു? തോട്ടങ്ങൾ കണ്ടോ? അയ്യോ എത്ര ആടുകളാ, എത്ര ആടുകളാ. ആടാണത്. എന്താ മാനല്ല പൊന്നു, ആടാണത്. ഈ അച്ചയ്ക്ക് വട്ടാണ്. നമുക്ക് ഇതിനെടുത്ത് വീഡിയോ എടുക്കുന്നു. ശ്രീ ശ്രീ ഇത് ഖത്തറിലെ ആടാക്കോ, നല്ല കുത്തു കിട്ടും. ഇത് കുതിരയല്ല, അത് ആടാണ്. ഇത് ശരിക്കും ആടാണോ കുതിരയാണോ? ആട്. മരപ്പട്ടി മരപ്പട്ടി വെക്കോ? മരപ്പട്ടി ഒക്കെ വെക്കോ? എവിടെ എവിടെ? കണ്ണാടി കൂടെ ചിക്കു നോക്ക്. ചിക്കോ മണ്ണ് കണ്ടോ ചിക്കോ? ഞങ്ങളുടെ ഈന്തപ്പനത്തോട്ടം കണ്ടോ? നല്ലതിലിപ്പോ മയിലെവിടെ? മയിലിന്റെ ചിരിയും കളിയാണ് ഇവിടെ. ചൂടായിട്ട് എല്ലാം വീട്ടിലാ തോന്നുന്നു. അതെ, നല്ല ചൂടല്ലേ, അതാണ്. വെള്ളം കണ്ടോ ചിക്കു? കണ്ടോ വെള്ളം? കണ്ടോ? കണ്ടില്ലേ പാടം? കണ്ടില്ലേ? കണ്ടോ? ഇതാ മയിലിനെ കണ്ടോ? മയിലുണ്ടെന്ന് പറഞ്ഞാൽ സത്യല്ലേ? ഇതാണ് ഞങ്ങള് മയില്. ഇത് ആൺമയിലാണ് അല്ലേ? അതാ ഇതിന്റെ പീലി തൂങ്ങി കിടക്കണു. അത് പറിക്കാൻ പോകണം. കാരക്കുണ്ടോ? പഴുത്തതുണ്ടോ? പഴുത്തത് അടിപൊളി കേട്ടോ. ചിക്കൂന് മയിലിനെ കാണാനുള്ള മോഹം പോയിരുന്നു. പാടൊക്കെ കാണിച്ചു തരാം. ഈ പച്ചപ്പൊക്കെ കാണിച്ചു തരാം. വർത്താനം കേട്ടപ്പോ മയിൽ കുറെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എന്താ അറിയില്ല, ചൂട് കാരണം തോന്നുന്നു മയിലിനെ ഒന്നും കാണാനില്ല. പണ്ടെന്ന് പറഞ്ഞാൽ ഈ തോട്ടം മൊത്തം മയിൽ ഓടി നടക്കണായിരുന്നു കൊല്ലങ്ങൾക്ക് മുമ്പേ. ഇതെന്താ മരം എന്നറിയോ? യുക്കാലി. കണ്ടോ? പക്ഷെ ഇത് പച്ചപ്പൊക്കെ കാണിച്ചു തന്നില്ലേ? ഉണ്ടോ അങ്ങനത്തെ പച്ചപ്പൊക്കെ കണ്ടില്ലേ? പക്ഷെ ഇതിനെക്കാറ്റും പച്ചപ്പ് ഉണ്ടായിരുന്നു മുന്നേ. ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾ വന്നിട്ട് തന്നെ 2 വർഷമായി. അതുകൊണ്ട് ഇവിടെ വന്ന മാറ്റങ്ങൾ മനസ്സിലായില്ല. ഇത് യൂക്കാലിയാണ് മരം എന്ന് മനസ്സിലായില്ലേ? ഇത് യൂക്കാലിപ്സ് അല്ല. അതേടോ യൂക്കാലിയാണിത്. ആ അല്ലേ? അതെ അതെ. പച്ചപ്പൂ ഓക്കെ അല്ലേ? ഹരിതാപം ഓക്കെ അല്ലേ? മണ്ണ് ഇനി കറുത്ത മണ്ണ് വേണം അല്ലേ? അത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഇതിന്റെ ഇലയൊക്കെ പറിച്ചു കൊണ്ടുപോയി തൈലം ഉണ്ടാക്കാൻ. ഒന്നുമില്ല, ജലദോഷം വരുമ്പോ ഇത് പുകച്ച് മണത്താ മതി. ഉണക്കയിലെടുത്താലും നല്ലോണം ബേണാവും. ഭയങ്കര നല്ലതാ. നമ്മളെവിടെ കത്തിക്കാൻ പോകണം? നമുക്ക് ജലദോഷത്തിനൊക്കെ കത്തിക്കാം. പിന്നെ അജു പിടിക്കടാ. മതി മതി. കവർ കിട്ടും. കാരയ്ക്ക് കിട്ടിയില്ല എന്നുള്ള സങ്കടം മാറിയില്ലേ? മയിലിനെയും കണ്ടില്ലേ? ഓക്കെ ആയില്ലേ? പക്ഷെ ഇത്രയൊന്നും അല്ലായിരുന്നു. പിന്നെ ഇങ്ങ് വന്നേ അക്കുന്ന് വന്നേ. പൂവക്കൂ എന്നാ ഓ അത് എടുത്തിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ. ബൈ. വന്നേ 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 പോവാം. അജുവിന് കണ്ണ് അവിടേക്ക് തന്നെയാ കേട്ടോ. അജുവിന് മേലുവേദനയാണ്, പൊങ്ങാൻ വയ്യ. അക്കു അവിടെ തോട്ടി എടുത്ത് ചാടിക്കുക. കേറ്. അതുവരെ അവര് വളർത്തുന്നതാണ്. പിന്നെ പുല്ലൊക്കെ പച്ചപ്പ് വെള്ളം കൊടുത്തിട്ടുണ്ടാവും. സ്പ്രിംഗ്ലർ വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലത്തെ കള ഇവരത് വളർത്തുന്നു. ചിക്കുവോ? എന്തോ ഒരു ചിക്കു കൊറേ നേരമായി തുടങ്ങിയിട്ടേ. വേണ്ടേ? ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെയാണ് പച്ചപ്പ്. ഞങ്ങൾക്ക് ഇത് ഞങ്ങളെ പച്ചപ്പാണ്. അങ്ങനെയല്ല, ഞാൻ പോണ വഴിയില്ലേ നമ്മുടെ ആ പൂച്ചവാല് പുല്ലില്ലേ, ആ പുല്ലൊക്കെ ഒരു വെള്ളം നനച്ച് ഇവിടെ റോഡ് സൈഡിലൊക്കെ ഉണ്ടാക്കിയേക്കാം. പൂച്ചവാല് അത് ഒമാനിലല്ലേ? ഇവിടെ മയിലും കുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചിക്കുവിന് വിശ്വാസമായില്ലേന്നു കേട്ടോ. മയിലും കുട്ടികളാണിത് കണ്ടോ? ആ മയിലും കുട്ടികളല്ലേ? പിന്നെ അതിനെ പിടിക്കാനൊന്നും കിട്ടൂല. അവിടെ എവിടെയെങ്കിലും മുട്ടുണ്ടാവോ? പിന്നെ അപ്പൊ ഓക്കെ അല്ലേ? സന്തോഷായോ? അതാ അതിന്റെ ഉള്ളിലൊക്കെ മയിലുണ്ട് കണ്ടോ? തല തല നന്ദ അമ്മീനൊന്ന് വീണു.
മയിലിന്റെ ഒച്ച കേട്ടോ. അങ്ങനെ നമ്മൾ വഴിയിൽ വെച്ച് നമ്മുടെ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. മിഥുൻ ആൻഡ് ഫാമിലി. നിനക്ക് ഓർമ്മല്ലേ? ഇനി എങ്ങോട്ടാ സാറേ? ഇനി എങ്ങോട്ടാ? ചിക്കൻ ഫ്രൈയും എന്നാ ഇവരെ വണ്ടീന്റെ കൂടെ വിടാം. ചിക്കൻ ഫ്രൈയും പിന്നെ നെയ്ച്ചോറ് അടിക്കും. സോ ഇവരെ വണ്ടീന്റെ പിന്നാലെ വിടാം. ആണല്ലേ? ദാ കള്ളൻ കള്ളൻ നന്ദക്കള്ളൻ. ദാ ഒരാൾ ഇതാ പറക്കുന്നു. മാമനും മോളും ഇതാ കള്ളന്മാര്. ഖത്തറിലെ മൈലാഞ്ചിക്ക് നല്ല ചോപ്പാണ്. ചോക്കിലാണ് കണ്ടോ ചെയ്യുന്നാല്. ബൈ ടാറ്റാ. തോട്ടത്തിൽ നിറയെ മയിലിനെ കണ്ടോ ചിക്കു? തോട്ടത്തിൽ മയിലിനെ കണ്ടോ? നീ കണ്ടോ? എവിടെ? ഞാൻ കാണില്ല. കണ്ടോ തോട്ടത്തിൽ മയില് നിക്കുന്ന? ചിക്കുവിന് പണ്ടൊരു പരിപാടി ഉണ്ടായിരുന്നു, കാക്കേനെ വിളിക്കുക മയിലിനെ വിളിക്കുക ഒക്കെ. അതൊന്നും കൂടി ഒന്ന് ട്രൈ ചെയ്തോ. ആ അന്ന് മയിലിനെ വിളിച്ചോ ചിക്കു? മയിൽ ഓടി വരുമോ ചിക്കു? ഏതാണ് വൃത്തിയായിട്ട മയിലത്? നന്ദി ഒന്ന് മയിലിനെ വിളിച്ചാൽ നോക്കട്ടെ. ഇങ്ങനെയാണോ മയിലിനെ വിളിക്കുക? ഓടിപ്പോവല്ലോ മയിലൊക്കെ. മയിലൊക്കെ സ്റ്റക്കാണ്. ചിക്കുവിന്റെ വിളി കേട്ടിട്ട് മയിലൊക്കെ സ്റ്റക്കായി അനങ്ങുന്നില്ല കേട്ടോ. അക്കു അതാക്കണ അതിന്റെ ഇടയിൽ കൂടെ പോയി മയിലിനെ ഓടിക്കണേ. കൂടെ ചിക്കു അതാക്കണ ഓടിക്കുന്നു. രണ്ടും ഇങ്ങ് വായോ. മയിലിനെ അതിന്റെ മടയിൽ പോയി പിടിക്കാൻ പോയിരിക്കുക രണ്ടും. പോന്നേ കൊണ്ട്. അക്കൂന് കോക്കും കോക്കൂന് അക്കും. യൂക്കാലിന്റെ ഇല എടുത്തതാട്ടോ. മയിലിനെ കിട്ടിയോ? മയില് പൂച്ച കരയണ പോലെ കരയണ. ഇതെന്താ മയില് തന്നതാണോ മിച്ചറ്? കിട്ടിയ സാധനം കൊണ്ടുവന്നു ഞാൻ. അത് ഒച്ച കേട്ടോ മയിലിന്റെ? ഇതിന്റെ മേലെ നോക്കതാ. ആഹാ ഇത് ഇവിടെ എന്നാ കരയണ? ഇതിനെ വിളിച്ചു നോക്കിക്കോ. എങ്ങനെയാ അറിയണേ? പിന്നെ എങ്ങനെയാ? കോന്നല്ല അങ്ങനെയല്ലേ പറയണേ? പൂച്ച പ്രസവിക്കാൻ കിടക്കേ. പൂച്ച പ്രസവിക്കാൻ കിടക്കുമ്പോ എങ്ങനെ കരയ? ആ കണ്ടോ? മയിലും കൂടെ കേട്ടോ കേട്ടോ കേട്ടോ? കാടമ്പൂച്ച. മയില് നോക്കി തന്നെ. അപ്പൊ നമ്മള് ഇവിടുന്ന് തിരിച്ചു പോവാണ്. ആ പള്ളി ചെരിഞ്ഞാണോ ഇരിക്കുന്നത്? അങ്ങനെയാണ് ചിക്കു അത് കൺസ്ട്രക്ട് ചെയ്തത്. ഉള്ളില് ചെരിഞ്ഞാണോ ഇരിക്കുന്നത്? അല്ല. അങ്ങനെ ഞങ്ങള് തോട്ടത്തിനോട് യാത്ര പറഞ്ഞു പോവുകയാണ് കേട്ടോ. അപ്പൊ ബൈ ബൈ ടാറ്റാ.